ഹായ് കെ പി സ്വാസ്ഥ്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് അയാൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അതായത് നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഉണ്ടാകും. മാത്രമല്ല ആ തീരുമാനങ്ങളെ ബേസ് ചെയ്ത് വരുന്ന ചില കോൺസിക്വൻസസും ഉണ്ടാകും. ഈ കോൺസിക്വൻസസിനെ കുറിച്ചും ഇൻഫ്ലുവൻസുകളെക്കുറിച്ചും കൃത്യമായിട്ടൊരു അവലോകനം നടത്തിയിട്ടാണ് ഒരു സാധാരണ മനുഷ്യൻ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും റാഷണൽ ആയിരിക്കണം അഥവാ യുക്തിപരമായിരിക്കണം എന്ന് പറയുന്നത്. കാരണം വികാരത്തെയും വിശ്വാസത്തെയും ബേസ് ചെയ്ത് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ ഒരു തരം കോൺസിക്വൻസസിനെ കുറിച്ചും ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സിനെ കുറിച്ചും ബോധവാന്മാരായിരിക്കില്ല. അത് നമുക്ക് ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തികഞ്ഞ യുക്തികൾ നമുക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സിനെ നമ്മളൊന്ന് കരുതിയിരിക്കേണ്ടതുണ്ട്. പല രീതിയിലാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക. പ്രത്യേകിച്ച് വ്യക്തികൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിവിടെ പറയാം. അപ്പോൾ വ്യക്തികൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് പല മെത്തേഡുകളുണ്ട്. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അഥവാ നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന ചില മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മെത്തേഡുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെക്നിക്കലായിട്ട് മെഷേർഡായിട്ട് മനഃശാസ്ത്രപരമായി അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. എന്നാൽ അൺകോൺഷ്യസ് ആയിട്ട് അവർക്ക് അറിയാതെ തന്നെ അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ആ രീതികൾ സംസാരിച്ച് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരുമുണ്ട്. എന്ത് തന്നെയായാലും മെത്തേഡുകൾ സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇത്തരം സംസാരങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ബോധപൂർവമോ അബോധപൂർണമോ ആയ എന്തോ ഒരു മാനിപ്പുലേഷൻ അവിടെ നടക്കുന്നുണ്ടെന്നാണ്. ഒന്നാമത്തേത് ഇൻഫ്ലുവൻഷ്യൽ സ്റ്റോറീസ് പറയുക എന്നതാണ്. അതായത് ഒരാൾക്ക് നമ്മളെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കണം. അപ്പോൾ ഈ ഒരു കഥ പറയുന്ന ഒരാൾ ഇങ്ങനെയായിരിക്കും നിങ്ങളോട് പറയാം. നിങ്ങളിങ്ങനെ പ്രശ്നപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പറയും, ഇതിനു മുമ്പ് ഞാനിങ്ങനെ പറഞ്ഞ ഒരാൾ ഈ ഒരു തീരുമാനം എടുത്തു, അതുകൊണ്ട് അയാൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, അയാൾ സ്മൂത്തായിട്ട് പോയി. ഇനി നീ എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ, ഇനിയെല്ലാം നിൻ്റെ ഇഷ്ടം പോലെ. ഇങ്ങനെ ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ നിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് നിർത്തുന്നിടത്താണ് നമുക്ക് പ്രശ്നം തുടങ്ങുന്നത്. കാരണം ഉള്ള തീരുമാനത്തിലെ കൺഫ്യൂഷനായി നിൽക്കുന്നു. പോരാത്തതിന് ഇവരിങ്ങനെ പറയുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ ഇവർ നീട്ടുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്വിങ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് ഒരു തട്ട് തരുന്ന പോലെയാണ് ഇത്തരം സ്റ്റോറീസ് വരുന്നത്. അത്തരം സ്റ്റോറീസ് കേൾക്കുന്ന സമയത്ത് അവർ പറഞ്ഞ ആ സാങ്കല്പിക കഥാപാത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മൾക്കത് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നും ചിന്തിച്ചു നോക്കുക. ആ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നോക്കി കാണേണ്ടത്. രണ്ടാമത് ഇത് ഇല്യൂഷൻ ഓഫ് ചോയ്സ് ആണ്. ഇല്യൂഷൻ ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യത്യസ്തമായ വഴികൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അതിൽ നമ്മളെക്കൊണ്ട് ഒന്ന് ചൂസ് ചെയ്യിക്കുകയും ചെയ്യുക. അങ്ങനെ ചൂസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും തീരുമാനം നമ്മുടേതാണ്. അപ്പോൾ റിസ്ക് അവർക്കില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ നീ ഇതെടുത്തത് എന്ന് തിരിച്ച് ചോദിക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ആഫ്റ്റർ ഇഫക്റ്റുകൾ സെയിം ആകുന്ന രണ്ട് ചോയ്സുകൾ നമ്മുടെ കയ്യിൽ തരിക. ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നറിയോ? ഇവരിങ്ങനെ രണ്ട് ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വെച്ച് നീട്ടുമ്പോൾ കാലം കഴിയുമ്പോൾ, അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ ഉണ്ടാകാവുന്ന റിസൾട്ട്സ്, പോസിബിളായിട്ട് നമ്മൾ എത്തിപ്പെടാവുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരേതൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അത് നമ്മുടെ മുന്നിൽ ഒരു ഇല്യൂഷൻ പോലെ ഇട്ട് തരുന്നതാണ്. ഇനി അടുത്തത് വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ് ബ്ലെയിം ആൻഡ് ഗിൽട്ട്. അതായത് ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുക. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു തരം ഒരു വിഷ്യസ് സർക്കിളാണ്. അതായത് നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല. പാപചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയാലും കുറ്റബോധം മനസ്സിൽ കടന്നുകൂടിയാലും ഒരിക്കലും നമുക്കതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല. വിഷാദം പോലെ തന്നെയാണ്, നമ്മളിങ്ങനെ വട്ടമിട്ട് കറന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കറക്കത്തിനിടയിലെ നമ്മൾ പെടുത്തി കൊടുക്കുക എന്നതാണ് ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് രണ്ടുപേർ ചേർന്നൊരു കാര്യം ചെയ്യുന്നു. ആ കാര്യം ചെയ്യുന്നതിൽ രണ്ടുപേർക്കും അവരുടേതായ പങ്കുണ്ട്. പ്രശ്നം പാളിപ്പോകുന്ന സമയത്ത് ഇതിൽ ഒരാൾ മറ്റാളോട് പറയും, നീ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. കാര്യം ചെയ്യാൻ തുടങ്ങിയ ശേഷം സംഗതി പാളിപ്പോയാൽ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് ആർക്കും ഗുണമുണ്ടാവില്ല. അപ്പോൾ ഇത് സക്സസ്ഫുൾ ആയാൽ നമുക്ക് ഉണ്ടായേക്കാവുന്ന ലാഭം പങ്കിടുന്നത് പോലെ തന്നെ ഇതിലെ നഷ്ടവും പങ്കിടാൻ നമ്മൾ തയ്യാറാകണം എന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നേരിടാനുള്ള പക്വതയില്ലാത്ത ആളുകളാണ് പൊതുവേ ഈ ഒരു ബ്ലെയിം ഗെയിം കളിക്കാറുള്ളത്. അങ്ങനെ ബ്ലെയിം ചെയ്തതോടുകൂടി മറ്റൊരാൾ കുറ്റവാളിയാക്കിക്കൊണ്ട് സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപക്വമായ ചിന്താഗതി കൊണ്ട് ഉണ്ടാകുന്ന സംഭവമാണ്. പക്ഷേ എന്നാൽ പോലും ഇത് കേൾക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ദീർഘകാലത്തേക്കുള്ള മാനസികാഘാതമായി മാറാൻ സാധ്യതയുണ്ട്.
ഇനി നാലാമത്തേത് അൺസർട്ടൈനിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ്. നമ്മുടെ തീരുമാനങ്ങളുടെ കോൺസിക്വൻസസ് ആണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ആ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു അൺസർട്ടൈനിറ്റി നമ്മളോട് പറയാം. അങ്ങനെ വരാം, ഇങ്ങനെ വരാം, എങ്ങനെ വേണേലും വരാം. ഈ സംശയമായിട്ട് നമ്മളോട് മറുപടി പറയുന്നതിൽ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് അറിയോ? ഈ കേൾക്കുന്നയാളുടെ കൺഫ്യൂഷൻ കൂടും, കോൺഫിഡൻസ് കുറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല, കാരണം നമ്മളൊരു ഉത്തരം കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം, രണ്ടായാലും ലാഭമായാലും നഷ്ടമായാലും നമ്മൾ പങ്കിടും എന്ന രീതിയിൽ ധീരമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ ഈ രീതിയിലാണ് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ, അൺസർട്ടൈൻ ആയൊരു ഉത്തരമാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ അത് കേൾക്കണ്ട, അത് നിങ്ങൾ എടുക്കണ്ട. അവരോട് ഫീഡ്ബാക്കേ ചോദിച്ചിട്ടില്ല എന്ന രീതിയിൽ കാര്യങ്ങളെ കണക്ക് കൂട്ടിയാൽ മതി. ഇവരോടൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.